കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മരിച്ച സംഭവത്തിൽ കയർ ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കാനുള്ള അവസരം പോലീസ് അനുവദിച്ചില്ലെങ്കിൽ കയർ ബോർഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ട് മാർച്ചിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരല്ല എന്ന് ജോളി മധുവിന്റെ മരണത്തിൽ നിന്ന് വ്യക്തമാണ്. മരണത്തിന് കാരണക്കാരായവരെ പുറത്താക്കാനുള്ള നടപടികൾ മോദി ഭരണകൂടം ചെയ്യണമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരവുമായി പ്രതിഷേധ സമരമായി ഞങ്ങളിവിടെ വരേണ്ട സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് കൊച്ചിയിൽ ഈ കയർ ബോർഡിന്റെ ഈ ഒരു ബ്രാഞ്ചിൽ നടന്നിരിക്കുന്നത്. കുറെ നാളുകളായി നമ്മൾ മനസ്സിലാക്കുന്ന ചേച്ചി ക്യാൻസർ അതിജീവിതയാണ്. കുറെ നാളുകളായിട്ട് തൊഴിൽ സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ആ വ്യക്തിയെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് അധികാരികൾക്കടക്കം പലതവണ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഇല്ലാത്തതിന്റെ ഭാഗമായി ഇത് വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി, സസ്പെൻഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള ആളുകൾ നടപടികൾ സ്വീകരിച്ച് ബാക്കിയുള്ള സമയത്ത് അന്വേഷണം നേരിട്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറഞ്ഞത്. അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്, തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവുമില്ല. പ്രധാനമന്ത്രി നാഴികയ്ക്ക് 40 വട്ടവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ പറ്റി സംസാരിക്കുന്ന വ്യക്തിയാണ്. പ്രധാനമന്ത്രിക്ക് ജോളി മധു പരാതി കൊടുത്തിട്ട് എത്ര നാളായി? ഈ കയർ ബോർഡിന്റെ ചെയർമാനും സെക്രട്ടറിയുടെയും ഭാഗത്ത് നിന്ന് അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയയായ ഒരു സ്ത്രീയാണ്. അവരൊരു ക്യാൻസർ പേഷ്യന്റാണ്. എത്ര ക്രൂരമായിട്ടാണ് ഒരു സ്ത്രീയെ പരാതിപ്പെട്ടതിന്റെ പേരിൽ തന്റെ സ്വന്തം സഹപ്രവർത്തകർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ വലിയ അഴിമതിക്ക് കൂട്ടുനിന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ്, ഈ അഴിമതി ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് അവർക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ളത്.